ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടിലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേയ്സ് അവതരിപ്പിക്കുന്നു ഫോഴ്സ് അർബേനിയ. ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായത് ക്രിസ്തസ് മെസേന, മാസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്മസ് ദിനത്തിൻ്റെ ദിവസത്തെ വിശുദ്ധ കുർബാന. ക്രിസ്മസ് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെയും വലിയ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമാണ്. ആ സമയത്താണ് കൂടുതൽ പൂക്കളൊക്കെ കൂടുതൽ വിരിയുന്നത്. ഏറ്റവും കൂടുതൽ പറവകളും ഒക്കെ കൂടുതൽ പാറിപ്പറി നടക്കുന്നത്, ധാരാളം പുഷ്പങ്ങൾ ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രകൃതി പോലും ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുവെന്ന് നമുക്ക് ഈ പ്രകൃതിയെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് പോലും കാണുവാനായിട്ട് സാധിക്കും. ഈ ദൈവം തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ചത് വലിയ വിസ്മയത്തോടുകൂടി മാത്രമേ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹമാണ് ആദ്യമായിട്ട് പുൽക്കൂടുകളൊക്കെ തുടങ്ങിയത്. ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഈ തമ്പുരാൻ മനുഷ്യനായിട്ട് പിറന്നത് ആ ദിവസം നമ്മുടെ പക്ഷി സഹോദരന്മാരും നമ്മുടെ പറവകളും ഒക്കെ സന്തോഷിക്കട്ടെ, നമ്മുടെ ഭിത്തിയിൽ പോലും ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ചു വെക്കണം, ഇവിടെ വഴികളിലൂടെയൊക്കെ ധാരാളം ധാന്യമണികൾ വിതരണം ചെയ്യണം. അങ്ങനെ വലിയ അത്ഭുതത്തിൻ്റെ ഒരു അംശമായിട്ടാണ്, അത്ഭുതത്തിൻ്റെ ഒരു കാരണമായിട്ടാണ് ഫ്രാൻസിസ് അസീസി ഈ ക്രിസ്മസിനെ കണ്ടത്. നമുക്കറിയാം അത് വലിയ സത്യമാണ്. കാരണം ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാത്തിരിപ്പിൻ്റെ ഒരു അവസാനമായിരുന്നു, അതിൻ്റെ പരിസമാപ്തിയായിരുന്നു. ആ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തി ദൈവം തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി നമ്മൾ അനുഭവിക്കുന്നു. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് പറഞ്ഞു. മനുഷ്യർക്ക് സഹിക്കേണ്ടി വന്ന, മനുഷ്യരുടെ ദുരിതങ്ങൾ അകറ്റാൻ വേണ്ടി മനുഷ്യൻ സഹിക്കേണ്ടി വന്ന പീഡകളുടെയൊക്കെ ഒരു അന്ത്യമായിട്ട് ദൈവം തമ്പുരാൻ തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയാണ്. അങ്ങനെ അവതരിച്ച കർത്താവ് ഈ ഭൂമിയിൽ അവിടുത്തെ നിശ്ചയിക്കപ്പെട്ട സമയം പൂർത്തിയായപ്പോൾ അവിടുന്ന് ആ മനുഷ്യാവതാരത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് വേണ്ടിയിട്ട് എന്നേക്കുമായിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണമാവുകയും വീണ്ടും കർത്താവ് വരുമെന്ന വലിയ വാഗ്ദാനം നമുക്ക് നൽകുകയും ചെയ്തു. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടത്, കർത്താവ് ഈ ലോകത്തിലേക്ക് വരികയും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവിടുന്ന് സ്വയം പീഡകൾ ഏറ്റെടുത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇനി വീണ്ടും വരുമെന്നുള്ള പ്രത്യാശയെ നമ്മൾ ജീവിക്കുക. അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള വലിയ സദ്വാർത്തയായ ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ അടയാളമായി മാറട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടിലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേയ്സ് അവതരിപ്പിക്കുന്നു ഫോഴ്സ് അർബേനിയ. ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.